ക്ലാസ്മേറ്റ് ആണ് അത്ര ക്ലാസ്മേറ്റ് ഒക്കെ പഠിച്ചു കഴിയുമ്പോ തീരും. പിന്നെ അവരവർക്ക് അവരവരുടെ വഴിയാ. പഴയ ക്ലാസ്മേറ്റുകളെ തിരക്ക് വിളിക്കുന്ന കുറെ എണ്ണം ഉണ്ട് മനുഷ്യന്റെ സ്വസ്ഥത കളയാൻ. ഓ അപ്പൊ അതാണല്ലേ റീന വിളിച്ചതാണ് നിന്റെ ഈ ഒരുങ്ങി പുറപ്പെടലിന് കാരണം. ഒരു കാലത്ത് പെണ്ണുങ്ങളൊക്കെ മോഹിച്ച ഗന്ധർവനാണത്ര. മോഹിക്കാനാണ് ഇവർക്ക് കോളേജിൽ പോണേ. അങ്ങനെ ഇപ്പൊ ചിരിച്ച് തള്ളണ്ട, ഞാനും വരുന്നു. അങ്ങനെ ഇപ്പൊ ഈ കാമദേവനം ഒറ്റക്കൊരുത്തി കാണണ്ട. സംശയമൊക്കെ എന്റെ മുമ്പിൽ വെച്ച് ചോദിച്ചാ മതി. എനിക്കും പഠിക്കാലോ. സമയങ്ങളത് വാ, നമുക്ക് പോവാം. അരവിന്ദ് നീ എന്താ വല്ലാതിരിക്കുന്നേ? സമാധാനം ആയില്ല എല്ലാവർക്കും. കളിച്ച് കളിച്ച് കളിയിപ്പ കാര്യമായി. നീ എന്താ ഈ പറയുന്നേ? എല്ലാരും കൂടി തട്ടിക്കളിച്ച ദാസേട്ടന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. ദാസേട്ടൻ എന്ത് പറ്റി? ദാസേട്ട് ബോധം പോലും ഇല്ലാതെ തൃച്ചംബരത്തിന് മുറ്റത്ത് കിടക്കുമായിരുന്നു. ഇതെപ്പോഴാ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നീ എന്താ അരവിന്ദ് ഈ പറയുന്നേ? അതെ ബ്രോ, രാവിലെ സുജാതേച്ചിയാണ് കണ്ടത്. ഭായത്തിന് ഞാൻ ചെന്ന് നോക്കിയപ്പോ ശ്വാസം ഉണ്ടായിരുന്നു. അച്ഛനിപ്പോ ഇപ്പോഴല്ല തിരക്കേണ്ടത്. ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ നേരത്തെ നോക്കണമായിരുന്നു. ഏതായാലും പാവൻ ചത്തിട്ടൊന്നുമില്ല. വേണ്ട, അതിനിപ്പോ ദാസന്റെ തൃച്ചംബരത്തില്ല. പിന്നെ നീ ഹോസ്പിറ്റലാക്കിയോ? ഏത് ഹോസ്പിറ്റലാ? അതിന് ദാസന്റെ ഹോസ്പിറ്റലും ഇല്ല. പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് കാറിൽ വെച്ച് ബോധം വീണു. ഉടൻ തന്നെ കാറ് നിർത്തണം പറഞ്ഞ ഒരേ ബഹളമായിരുന്നു. എനിക്കറിയാം ഹോസ്പിറ്റലിൽ പോവാൻ. ആരുടെ സഹായം വേണ്ട. കിടന്നുപോയ ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും ആരും ഇല്ലാത്തവനാന്നും പറഞ്ഞ് നടു റോട്ടിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അമ്മേ, ഉണ്ട ചോറിന് നന്ദി കാണിക്കാൻ വേണ്ടി സ്വന്തം മക്കളെ പോലും വേണ്ടെന്ന് വെച്ച ആ മനുഷ്യന്റെ ഒരു തുള്ളി കണ്ണുനീര് പോലും ഈ തൃച്ചംബരത്ത് വീണ പിന്നെ ഏത് ദൈവത്തെ വിളിച്ചാലും എത്ര പുണ്യാഹം തെളിച്ചാലും ആ പാപത്തിൽ നിന്ന് മോചനം ഉണ്ടാവില്ല ഇവിടുത്തെ ഒരു ജീവൻ. ജീവിച്ചിരിക്കുന്ന നമുക്ക് മാത്രമല്ല, ജനിക്കാൻ പോകുന്ന എന്റെയും ബ്രോയുടെയും കുഞ്ഞുങ്ങൾക്കും. അമ്മ അതാണ് മറന്നുപോയെ. അമ്മ അതാണ് മറന്നുപോയെ. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അനിയൻകുട്ടാ. പോകുന്നവരൊക്കെ പോട്ടെ. പാവ ചേച്ചി അച്ഛൻ. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച അമ്മ ചേച്ചി ശപിക്കും, നോക്കിക്കും. ആ ശപിക്കട്ടെ. അമ്മ മാത്രല്ല, നീ ശപിച്ചോ. എല്ലാവർക്കും ശപിക്കാൻ പറ്റുന്നൊരു ജന്മമായി പോയില്ല എന്റേത്. ആരെന്ത് ചെയ്താലും അതിന്റെ ഭാരം ചുമക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടൊരു ജന്മം. ചേച്ചി, എനിക്ക് എന്റെ അച്ഛനെ കാണണം ചേച്ചി. എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയിക്കോണം. അവന്റെ ഒരു അച്ഛൻ മാറി നിൽക്കണം. മക്കളെ വേണ്ടാത്ത അച്ഛനും മക്കൾക്ക് വേണ്ട. അതല്ല കണ്ടേ പറ്റുന്ന വാശിയാണെങ്കിൽ എവിടെയെന്ന് വെച്ചാ പോയി കാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. ദാസേട്ടാ, ദാസേട്ടന്റെ മാനസികാവസ്ഥയ്ക്ക് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊരൽപ്പം കൂടിപ്പോയി ദാസേട്ടാ. അമിത വിധേയത്വത്തിന്റെ പേരിൽ
കാട് കയറി ചിന്തിക്കുന്നതുകൊണ്ടാ ഈ ഒരു മാനസിക പിരിമുറുക്കത്തിലേക്ക് ദാസേട്ടൻ എത്തിയത്. അത് ദാസേട്ടന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. ദാസേട്ടനിലെ സത്യസന്ധനും വിശ്വസ്തനുമായ മനുഷ്യന് അങ്ങനെ പറ്റൂ. ദാസേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അത് പുതിയ ബന്ധം സ്ഥാപിച്ചതിന്റെ അർഹതയിലല്ല, പണ്ട് എന്നെ തോളിലേറ്റിയതിന്റെ കടപ്പാടിൽ. ദാസേട്ടനൊന്നും പറയാനില്ലേ? ഈ വിളിയാ മാറ്റേണ്ടത്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മകനായ വലിയ കുഞ്ഞെന്ന ചിത്രം മനസ്സിൽ നിളക്കി ദൂരെ എറിയണം. ആനന്ദ് കൃഷ്ണൻ എന്ന ഏതോ ഒരാളെ ദാസേട്ടന്റെ മരുമകനായി മനസ്സിൽ കുടിയിരുത്തണം. അങ്ങനെ ചെയ്താലേ ദാസേട്ടൻ എന്നെ സ്നേഹിക്കാനാവൂ. അങ്ങനെയല്ല ദാസേട്ട, ആനന്ദ് എന്ന് വിളിക്കണം. ഇനി മുതൽ അങ്ങനെ വിളിക്കാവൂ. അങ്ങനെ വിളിച്ചില്ലെങ്കിലേ ഞാൻ കല്യാണം കഴിച്ച ദാസേട്ടന്റെ മകൾ കല്യാണിയെ പഴയ അടുക്കളക്കാരിയായിട്ട് എനിക്ക് തോന്നിയാലോ? എന്താ, നിനക്ക് ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ലേ? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? എനിക്ക് എന്റെ അച്ഛനെ വേണം. അച്ഛനെ കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ അച്ഛനെ അന്വേഷിക്കാൻ പോവാ. നീ എവിടെ ചെന്ന് അന്വേഷിക്കാൻ പോണേ? ഞാൻ ഇവിടെയുള്ള എല്ലാ ആശുപത്രിയിലും കയറി ഇറങ്ങും. എവിടെയെങ്കിലും എന്റെ അച്ഛൻ കാണാതിരിക്കില്ല. ചേച്ചി എന്നെ തടയണ്ട. എനിക്ക് എന്റെ അച്ഛനെ കണ്ടേ പറ്റൂ. അഖില, അങ്ങനെ പറഞ്ഞു പോയാൽ കഴിയില്ല നിനക്ക്. കൃഷ്ണേട്ടൻ പറയുന്നത് കേട്ടാ ഞാൻ മനഃപൂർവ്വം എന്തോ. അഖില, അതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ അഖില, നീ വിളിച്ചിട്ട് ദാസ് ഇവിടെ വന്നു. അപ്പൊ ദാസിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അറ്റ്ലീസ്റ്റ് ഇന്നലെ രാത്രി ബാഗുമായി പോകാൻ ഇറങ്ങിയ ദാസ് പോയോ തിരികെ കയറിയോ എന്നെങ്കിലും നമ്മൾ ഉറപ്പാക്കണമായിരുന്നു. ഇനി കൂടുതൽ ആലോചിക്കാനില്ല. നീ വാ, നമുക്ക് ദാസിനെ ഒന്ന് അന്വേഷിക്കാം. ശരി, പോകാം. വാ. കൃഷ്ണേട്ടാ, ദാസേട്ടൻ. ദാസേ, ദാസ് എന്തായി കാണിച്ചത്? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും? സംഭവിക്കട്ടെ. നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ മരണം ചിലപ്പോൾ നല്ലൊരു ചങ്ങാതിയാവും. ദാസേ, മരണം നഷ്ടമല്ലാതെ മറ്റൊന്നും സമ്മാനിച്ചതായിട്ട് കേട്ടിട്ടില്ല ഞാൻ. ദാസിന് എവിടെ വേണമെങ്കിലും പോവാം, തടയാൻ ആരും ഉണ്ടാവില്ല. പക്ഷേ വിളിച്ചു വരുത്തിയവരോടൊന്നും പറയാമായിരുന്നു. കൃഷ്ണേട്ടാ, അങ്ങനെ ഇഷ്ടം പോലെ ഇറങ്ങിപ്പോവാനാണെങ്കിൽ ആരും ഇവിടെ നിൽക്കണമെന്നില്ല. തോന്നും പോലെ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ തൃച്ചംബരം സത്രമൊന്നുമല്ല. ദാസേട്ടന് പറഞ്ഞത് മനസ്സിലായോ? ആരും ഇവിടെ ബുദ്ധിമുട്ടി നിൽക്കണ്ടാന്ന്. പോകേണ്ടവർക്ക് പകൽ വെളിച്ചത്തിൽ പോവാം. എന്റെ ഒരു ബാഗ് ഇവിടെ ഉണ്ടായിരുന്നു. സുജാത, മാഡം, ഇദ്ദേഹത്തിന്റെ ഒരു ബാഗ് അകത്ത് കാണണം. പോയി എടുത്തിട്ട് വാ. ശരി മാഡം. ഹലോ. ഹലോ കല്യാണി, ദാസേട്ടൻ ആഹാരം കൊടുത്തോ? കല്യാണി, കട്ട് ചെയ്തോ?
ഹലോ. ദാസേട്ടാ, ഞാൻ ആനന്ദ്. ദാസേട്ടൻ ആഹാരം കഴിച്ചോ? കഴിച്ചു ഞാൻ. വയറ് നിറയെ കഴിച്ചു. എന്റെ സുധ വെച്ച് വിളമ്പിത്തരുന്ന രുചിയുണ്ടായിരുന്നു ആഹാരത്തിന്. ഹലോ. കല്യാണി, നീ ഇപ്പോഴാ എന്റെ യഥാർത്ഥ കെട്ടിയോളായത്. ശരി. അച്ഛാ, അങ്കിൾ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഇല്ലല്ലോ. അപ്പുറത്ത് നോക്ക് അരവിന്ദ്. ഇനി ടെറസിലുണ്ടാവോ? അങ്കിൾ എന്താ സിഗരറ്റ് വലിക്കുന്ന? ചില്ല. അച്ഛാ, അച്ഛനെന്താ സിഗരറ്റ് വലിക്കുന്നത്? ഇതെന്താ അങ്കിള് പതിവില്ലാത്ത ചില ശീലങ്ങളൊക്കെ? പതിവുള്ളതൊന്നും അല്ലല്ലോ ഇപ്പൊ തൃച്ചംബരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛാ, ഞങ്ങളിപ്പോ വന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാനാ. അരവിന്ദ്, എന്തോ നന്ദന, നീ തന്നെ പറഞ്ഞ അച്ഛനോട്. അങ്കിളെ, യൂണിവേഴ്സൽ അസോസിയേഷൻ കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നു. അവർ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായി ടൈപ്പ് ചെയ്യാൻ റെഡിയാണെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അത് വളരെ നല്ല കാര്യമാണ് മോനെ. നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം. എഴുതി തള്ളിയതൊക്കെ തിരുത്തി എഴുതേണ്ടി വരുമോന്നാണ്. അല്ല, എന്നെ എഴുതി തള്ളിയതാണ് അമ്മ. അരവിന്ദ്, ഓരോരുത്തരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന ഓരോ വ്യക്തികളുണ്ടാകും. അത് അമ്മയോ അച്ഛനോ സുഹൃത്തോ അധ്യാപകനോ ഒക്കെ ആവാം. പക്ഷേ നിന്റെ കാര്യത്തിൽ അത് ഈ നിൽക്കുന്ന എന്റെ മരുമകളാ. അഖിലാന്റെ ഇക്കാര്യം അറിയുമ്പോ നല്ലൊരു സർപ്രൈസ് ആയിരിക്കും അല്ലെങ്കിൽ? എന്ത് സർപ്രൈസ്? അവൾ അതിലും വലിയൊരു സർപ്രൈസ് എനിക്ക് തന്നിട്ടിരിക്കുകയാണ്. എന്താ? അവൾ ദാസനോട് ഔട്ട് ഹൗസ് തിരികെ എഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അനിയൂട്ടാ, നീ ചായ കൊണ്ട് അച്ഛന് കൊടുക്ക്. അച്ഛാ, അച്ഛാ, അച്ഛനെ ഇവിടെ ഒന്നും കാണുന്നില്ല. പിന്നീട് എവിടെ പോയി? അച്ഛാ, അനിയൂട്ടാ, ദോ അച്ഛാ ചായ. അച്ഛനെന്താ സുഖമില്ലേ? അയ്യോ, പനിയുണ്ടല്ലോ. എന്തുപറ്റി? പനിയുണ്ടോ ദാസേട്ടാ? ഇല്ല, വലിയ
അവന് തോന്നിയതാ. തോന്നിയൊന്നുമല്ല, നല്ല പനിയുണ്ട് വല്യുഞ്ഞെ. നോക്കട്ടെ. ചെറിയ ടെമ്പറേച്ചർ ഉണ്ട്. ഒരു പാരസെറ്റമോൾ കൊടുത്താൽ മതി. അതൊന്നും വേണ്ട വലിയ. ഞാൻ ചുക്കും കുരുമുളകും തുളസിയിട്ട് കാപ്പിയിട്ട് കുടിച്ചോളാം. അത് കഴിഞ്ഞ് ആവി പിടിച്ചാ മതി. അത് കുടിച്ചോളൂ. ഒരു ഗുളിക കൂടി കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. അതൊന്നും വേണ്ട, ഇതിപ്പോ മാറിക്കോളൂ. ഞാൻ ഇന്നലെ ഒത്തിരി സ്വപ്നം കണ്ടു. അതാ ദുസ്വപ്നങ്ങൾ കണ്ട പനി വരും. അച്ഛൻ വല്ല ഭൂതത്തെയോ പ്രയത്തെയോ ആണോ സ്വപ്നം കണ്ടത്? ആ, നിങ്ങൾക്കതൊക്കെ ഭൂതമോ പ്രേതമോ ഒക്കെ ആയിരിക്കാം. എനിക്കത് ദേവതയാ, സുധിയാ ഞാൻ സ്വപ്നം കണ്ടത്. നിങ്ങളുടെ അമ്മയെ. അവൾ ജീവനോടെ കൺമുമ്പിൽ വന്നു നിന്നതുപോലെ. അല്ലടേച്ച, ഈ 11-ാം തീയതി എന്ന് പറയുമ്പോ ശരി ഇളയച്ചനുണ്ടാവുമല്ലോ. എനിക്ക് ഇളയച്ചനൊന്ന് കാണണമായിരുന്നു. ശരി ഇളയച്ച, ഞങ്ങളെത്താം. ശരി. ആന്റി. നന്ദന. ആന്റി, വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാനാ ഞാൻ വന്നത്. ആഹാ, എന്താ അത്ര വലിയ സന്തോഷമുള്ള കാര്യം? ഇന്ന് ഞാനും അരവിന്ദും ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. എന്ത് മീറ്റിംഗ്? അത് യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ ഒരു കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമായി ഒരു ടൈപ്പ് എഗ്രിമെന്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് 200 കോടിയുടെ പ്രോജക്റ്റ്. വെരി ഗുഡ്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു ആന്റി. പക്ഷേ ലോഞ്ച് ചെയ്യുന്ന കമ്പനി നമ്മളുമായിട്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ അവരൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. കണ്ടീഷനോ? എന്ത് കണ്ടീഷൻ? ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്ന കല്യാണിയെ തന്നെ ബ്രാൻഡ് അംബാസിഡറായി വെക്കണം.